ബിരിയാണിയുടെ പായുടെ അടിയിൽ നാ കിടന്നാൽ എന്തു പറയും? ഓടാൻ പറയും സർ. ഓടാൻ പറയും? ആരോട്? നായോട്. ഇല്ലെങ്കിൽ നാ മൂത്രമൊഴിച്ച് പാ വൃത്തിയിടാക്കില്ലേ സർ? ഇവിടെ അധിക പ്രസംഗം തോന്നിയാസം പറയുന്നു. കൈനാട്ടം തോന്നിവാസം കാണിച്ചാൽ ഇങ്ങനെയിരിക്കും. ഇത് തുടക്കമാണ്. മാഷെ എത്ര വേണേലും അടിച്ചോ മാഷെ, ഇന്ന് ഒരു ദിവസമല്ലേ ഉള്ളൂ. അതെന്താണ്? നാളെ ഞാൻ ചത്തുപോകും. നീ എന്താണ് ചക്കയെ കരയുന്നത്? സത്യം പറയാ, ഞങ്ങള് പറഞ്ഞു മാഷ് ആരോടും പറയരുത്. പറയണം. മാഷ ക്രിസ്ത്യാനിയാണോ? ആണെങ്കിൽ അതാണ് അറ്റിങ്കു കുരിശുണ്ടാക്കാൻ പറഞ്ഞേ. കുരിശോ? കാര്യം പറയണി. ഇന്ന് രാത്രി മാഷ കൊല്ലും. ഞങ്ങളുടെ വല്യപ്പൻ കരിമ്പൂതം. നേരത്തെ പറഞ്ഞില്ലേ ഡിസൂസ സാറിന് വിഷം കൊടുത്തുന്ന്? അത് ഞങ്ങളല്ല, കൊല്ലാൻ വേണ്ടി കരിമ്പൂതം ചെയ്തതാ. അങ്ങേര് മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ, ബാക്കി 4 പേരും രാത്രിയിലെ ഹോളിൽ കണ്ടില്ലേ? ആ വാളും എടുത്തോണ്ട് വരും. ഒറ്റ വേണ്ട. രാവിലെ ഒന്നും ഓർമ്മയില്ല. പിന്നെ ആരും അറിയാതെ കുഴിച്ചിടും. രാത്രി ദേഹത്ത് അപ്സരി സാഹിബ് കേറുന്നതാ. പന്ന കഴിവറിന്റെ മക്കളെ, നിങ്ങളൊക്കെ പൂച്ച വേണ്ടല്ലോ, അത് എന്റെ അടുത്ത് വേണ്ട കേട്ടോ. ഞങ്ങൾ പറയാനുള്ളത് പറഞ്ഞു. മാഷ് സൂക്ഷിച്ചാൽ മാഷിന് കൊള്ളാം. ഞാൻ സൂക്ഷിച്ചോളൂ കേട്ടോ. പറ പായുടെ അടിയിൽ നാ കിടന്ന എന്താ ഉച്ചരിക്ക? പായുടെ മുകളിലല്ലേ സാർ നാ കിടക്ക? എന്താണ് ചിരിക്കുന്നത്? ഒന്നുമില്ല. Laughing while eating is a bad habit. അല്ലാണ്ടി നമ്മുടെ ഭിത്തിയിലിരിക്കുന്ന വാളിനെ പിടിയൊറേ മാത്രമേ ഉള്ളൂ. ആര് പറഞ്ഞു? മാഷ് പറയുവാ ഒക്കെ പുഴുവാ, ചുണ ഉണ്ടെങ്കിൽ ആ വാളൊന്ന് കാണിക്കട്ടേന്ന്. ഞങ്ങൾ അസ്ലി സാഹിബ് കൊടുത്താന്ന് പറഞ്ഞപ്പോ അസ്ലിന്ന് ഒരു സായിപ്പേ ഇല്ലെന്നാ പറഞ്ഞു. കഴിച്ചിട്ട് പോണം.